ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ ഞാൻ എവിടാ നിൽക്കുന്നതെന്ന്. നമ്മുടെ പുനലൂർ ഓണം ഫെസ്റ്റ് നടക്കുമായിരുന്നല്ലേ. അപ്പം ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണോ പോയത്. കാരണം ഓണത്തിൻ്റെ അന്നൊന്നും അടുക്കാൻ പോലും പറ്റാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണോ പോയത്. ഓണം കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറന്നതിൻ്റെ അന്നാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത്. ഒരു വട്ടം ഓണം ഫെസ്റ്റിന് പോയതിൻ്റെ കാര്യം തന്നെ ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്തോ ഒരു തള്ളിൻ്റെ ഇടയിലാണ് കയറി പോയെന്നറിയാമോ. ഒരു റൈഡ്സ് പോലും ആസ്വദിക്കാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതൊക്കെ നോക്കിയും കണ്ടുമാണ് കേട്ടോ ഈ ദിവസം തന്നെ നമ്മൾ തിങ്കളാഴ്ച തന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി നല്ല എല്ലാം ഒരുപാട് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓരോന്നും ഇങ്ങനെ കണ്ട് നടക്കുവാണ്. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഈ സമയത്തൊക്കെ വന്നാൽ വില കുറച്ചൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിക്കാതിരുന്നില്ല. കാരണം എനിക്ക് ഇതൊന്നും അല്ലല്ലോ വേണ്ടത്, എനിക്കിതിലും പുറത്തുള്ള സാധനങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഇതിങ്ങനെ കണ്ട് നടന്നു കേട്ടോ. ടോയ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കാർസ്, ബൺസ് എല്ലാം വില കുറച്ച് കിട്ടുന്ന ടൈമും കൂടിയാണ്. അപ്പം ഞങ്ങൾ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഒരുപാട് ഐറ്റംസ് അവിടെ പിള്ളേർക്ക് വേണ്ടിയും കിഡ്സിനും എല്ലാവർക്കും. ഇതിലെനിക്ക് എടുത്തു പറയാനുള്ളത് കോഴിക്കോട് ഹലുവ കേട്ടോ. നമുക്ക് ഏത് കളർ ഹലുവ വേണോ അതവിടെ കിട്ടും. അത് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടവും കൂടിയുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ മുട്ടായിയുടെ സെറ്റൊക്കെ വന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചില മുട്ടായിയൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പോപ്കോൺ. അതെനിക്ക് ഫേവറേറ്റ് ആണ്. അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ കോളിഫ്ലവർ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ടൊക്കെ വന്നപ്പം ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ റൈഡ്സിലൊക്കെ കയറണമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷേ ഓണമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നില്ലേ, അതുകൊണ്ട് ആളൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോഴത്തേക്കും എല്ലാ റൈഡ്സിലും കയറണമെന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആൾ തികയാത്തതുകൊണ്ട് അത് അവർ റൺ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു റൈഡിലാണ് നമ്മൾ കയറിയത്. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിൽ കുറേ നേരം കയറുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലേ. നല്ല രസമായിരുന്നു കേട്ടോ. നിരങ്ങിയൊക്കെ വരുന്നതൊക്കെ കാണണം. ചിലപ്പോഴൊക്കെ പിള്ളേരുടെ തിരക്ക് കാരണം നമ്മളെയൊക്കെ തള്ളിയിട്ടുകൊണ്ടൊക്കെയാണ് പോകുന്നത്. നമ്മളും അതുപോലെ തന്നെ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റൈഡ് കൂടിയാണിത്. അപ്പം ഞങ്ങളെല്ലാം കാണണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് റൈഡ്സിലേ കയറാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ആകെ എനിക്ക് ഈ ഒരു റൈഡിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ എന്താ കാര്യമെന്നറിയാവോ, ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിരുന്ന ആൾക്കാർ ഞങ്ങൾ കയറുന്നതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്താ പറയാനാ, അവരതിൻ്റെ രസമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ആ റൈഡൊക്കെ നന്നായിട്ടാണ് കളിച്ചതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ. ഞങ്ങൾ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു. നല്ല രസമാണ് ആ റൈഡിൽ കയറാൻ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഓണം ഫെസ്റ്റിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.